ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരെ എന്നും ആകർഷിച്ച ഒരു വലിയ ചോദ്യത്തെക്കുറിച്ചാണ്. ഭൂമിയിൽ ആദ്യമായി ജീവൻ എങ്ങനെ ആരംഭിച്ചു? നാം, മരങ്ങൾ, പക്ഷികൾ, സമുദ്രജീവികൾ ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? ഈ കഥ മനസ്സിലാക്കാൻ നമുക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് യാത്ര ചെയ്യേണ്ടിവരും. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ടു. എന്നാൽ ആ സമയത്തെ ഭൂമി ഇന്ന് കാണുന്ന പോലെ ശാന്തമായ ഒരു ഗ്രഹമല്ലായിരുന്നു. എല്ലായിടത്തും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. വലിയ വലിയ ഉൽക്കകൾ ഭൂമിയിൽ ഇടിച്ചു വീഴുകയായിരുന്നു. ഭൂമിയുടെ ഉപരിതലം വളരെ ചൂടായിരുന്നു. പിന്നീട് പതുക്കെ ഭൂമി തണുക്കാൻ തുടങ്ങി. മഴ പെയ്തു. ആ മഴവെള്ളം കൂടി ആദ്യ സമുദ്രങ്ങൾ രൂപപ്പെട്ടു. അന്ന് ഭൂമിയുടെ അന്തരീക്ഷം ഇന്നുള്ളതുപോലെ ആയിരുന്നില്ല. ഓക്സിജൻ വളരെ കുറവായിരുന്നു. പക്ഷേ മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ പോലുള്ള വാതകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഇടിയും മിന്നലും, സൂര്യനിൽ നിന്നുള്ള ശക്തമായ പ്രകാശവും, ഭൂമിയിലെ ചൂടും ഇവ എല്ലാം ചേർന്ന് ഭൂമിയെ ഒരു വലിയ രാസ പരീക്ഷണശാലയായി മാറ്റി. ജീവൻ ഉണ്ടാകാൻ ആദ്യം ആവശ്യമായത് വളരെ ചെറിയ രാസകണങ്ങളാണ്. ഇവയെ സാധാരണയായി ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. അതിശയകരമായ കാര്യം എന്തെന്നാൽ ഇത്തരത്തിലുള്ള മോളിക്യൂൾസ് പ്രകൃതിയിൽ തന്നെ രൂപപ്പെടാൻ കഴിയും എന്ന് ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഉൽക്കകളിൽ പോലും ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ അമീനോ ആസിഡ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ജീവന്റെ ബിൽഡിംഗ് ബ്ലോക്സ് സ്വാഭാവികമായി ഉണ്ടാകുന്നത് അസാധ്യമല്ല. പക്ഷേ ഈ ചെറിയ മോളിക്യൂൾസ് മാത്രം ഉണ്ടാകുന്നത് മതിയല്ല. അവ തമ്മിൽ ചേർന്ന് വലിയ ഘടനകളായി മാറണം. കോടിക്കണക്കിന് വർഷങ്ങളായി സമുദ്രങ്ങളിലും ചെറിയ വെള്ളക്കുളങ്ങളിലും ഈ മോളിക്യൂൾസ് തമ്മിൽ പ്രതികരിച്ച് കൂടുതൽ സങ്കീർണമായ രാസഘടനകൾ രൂപപ്പെട്ടിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അടുത്ത വലിയ ചോദ്യം ഇതാണ്: ജീവൻ എന്നത് വെറും രാസവസ്തുക്കളുടെ കൂട്ടമല്ല. ജീവൻ സ്വയം തന്റെ വിവരങ്ങൾ സൂക്ഷിക്കുകയും പകർത്തുകയും ചെയ്യണം. ഇന്ന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഈ ജോലി ചെയ്യുന്നത് DNA ഉപയോഗിച്ചാണ്. പക്ഷേ ആദ്യ ജീവൻ DNA ഉപയോഗിച്ചിരുന്നോ? അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ഒരു പ്രധാന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അതാണ് RNA ലോകം എന്ന സിദ്ധാന്തം. RNA എന്നൊരു മോളിക്യൂൾ ഉണ്ട്. ഇത് വിവരങ്ങൾ സൂക്ഷിക്കാനും ചില രാസപ്രവർത്തനങ്ങൾ നടത്താനും കഴിവുള്ളതാണ്. അതിനാൽ ആദ്യകാല ജീവൻ RNA പോലുള്ള ഒരു മോളിക്യൂൾ ഉപയോഗിച്ചിരിക്കാം എന്ന് കരുതുന്നു. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾക്കുശേഷം കൂടുതൽ സ്ഥിരതയുള്ള DNA രൂപപ്പെട്ടിരിക്കാം. ജീവൻ ഉണ്ടാകാൻ മറ്റൊരു നിർണായക ഘടകം വേണം. അതൊരു അതിരാണ്, അഥവാ ഒരു ചെറിയ ബബിൾ പോലുള്ള സംരക്ഷിതമായ ഇടം. ഇല്ലെങ്കിൽ രാസവസ്തുക്കൾ എല്ലാം വെള്ളത്തിൽ കലർന്നുപോകും. ചില കൊഴുപ്പ് പോലുള്ള മോളിക്യൂൾസ് വെള്ളത്തിൽ സ്വയം ചെറിയ ബബിൾ രൂപത്തിൽ ഒന്നിച്ചുചേരാൻ കഴിയും. ഇവയെ വെസിക്കിൾസ് എന്ന് വിളിക്കുന്നു. ഈ ചെറിയ ബബിൾകളുടെ ഉള്ളിൽ രാസപ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങി എന്ന് കരുതുന്നു. ഇങ്ങനെ ഒരു ലളിതമായ പ്രോട്ടോസെൽ അഥവാ ആദ്യകാല കോശസദൃശ ഘടന രൂപപ്പെട്ടിരിക്കാം. ഇവ വളരുകയും പിന്നീട് രണ്ടായി പിരിയുകയും ചെയ്തിരിക്കാം. ഇതാണ് ജീവന്റെ അടിസ്ഥാന സ്വഭാവം. ജീവൻ നിലനിൽക്കാൻ എനർജി ആവശ്യമുണ്ട്. ആദ്യകാല ഭൂമിയിൽ എനർജി ലഭിക്കാൻ പല ഉറവിടങ്ങളും ഉണ്ടായിരുന്നു. സൂര്യപ്രകാശം, ഭൂമിയുടെ ഉള്ളിലെ ചൂട്, സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഹൈഡ്രോതേർമൽ വെന്റ്സ് എന്നിവ പ്രധാനമായിരുന്നു. ഈ വെന്റ്സ് ചുറ്റുപാടുകളിൽ ഇന്നും ചില സൂക്ഷ്മജീവികൾ ജീവിക്കുന്നു. അതിനാൽ ജീവൻ ആദ്യം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ആരംഭിച്ചിരിക്കാം എന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. ഇങ്ങനെ ചെറിയ രാസപ്രവർത്തനങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘടനകൾ പതുക്കെ കൂടുതൽ സങ്കീർണമായി. പരിസ്ഥിതിയോട് കൂടുതൽ നന്നായി ഇണങ്ങുന്ന ഘടനകൾ നിലനിന്നു. നിലനിൽക്കാൻ കഴിയാത്തവ ഇല്ലാതായി. ഇതാണ് പ്രകൃതിവരചന അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്ന ആശയം. ജീവൻ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പകർത്താൻ തുടങ്ങിയപ്പോൾ എവല്യൂഷൻ ആരംഭിച്ചു. ശേഷം ഒരിക്കൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൊതുവായ പൂർവികൻ ഉണ്ടായിരിക്കണം. ശാസ്ത്രജ്ഞർ അതിനെ ലൂക്കർ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നാണ്. ലൂക്കർ ആദ്യ ജീവനല്ല, പക്ഷേ ഇന്ന് ജീവിക്കുന്ന എല്ലാറ്റിനും പൊതുവായ ഒരു പുരാതന കോശമാണ്. ഇപ്പോൾ ഒരു വലിയ സത്യത്തിലേക്ക് വരാം. ഭൂമിയിൽ ജീവൻ എങ്ങനെ ആരംഭിച്ചു എന്നതിന്റെ എല്ലാ വിശദാംശങ്ങളും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പല പ്രധാന ഘട്ടങ്ങൾക്കുമുള്ള ശക്തമായ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. ചെറിയ മോളിക്യൂൾസ് സ്വാഭാവികമായി രൂപപ്പെടാം. അവ ചേർന്ന് കൂടുതൽ വലിയ ഘടനകളാകാം. വിവരങ്ങൾ സൂക്ഷിക്കുന്ന മോളിക്യൂൾസ് ഉണ്ടാകാം. സ്വയം ബബിൾ പോലുള്ള ഘടനകൾ രൂപപ്പെടാം. എനർജി ഉപയോഗിച്ച് ഇവ നിലനിൽക്കാം. ഈ എല്ലാം ചേർന്നപ്പോൾ ഒരിടത്ത് കെമിസ്ട്രി പതുക്കെ ബയോളജിയായി മാറി. ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നാം. കാരണം നമ്മൾ എല്ലാം, മനുഷ്യർ മുതൽ ചെറിയ ബാക്ടീരിയ വരെ, ഒരിക്കൽ ജീവനില്ലാത്ത രാസവസ്തുക്കളിൽ നിന്നാണ് ആരംഭിച്ചത്. ഈ കഥ നമ്മെ ഒരു വലിയ വിനയത്തിലേക്ക് നയിക്കുന്നു. ഭൂമിയിലെ ജീവൻ ഒരു നിമിഷത്തിൽ ഉണ്ടായതല്ല. അത് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത ഒരു ദീർഘയാത്രയാണ്. ഇന്നും ശാസ്ത്രജ്ഞർ ഈ രഹസ്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് മറ്റൊരു വലിയ ചോദ്യത്തിനും വഴിതുറക്കും. ഭൂമിയിൽ ജീവനുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാമോ? ഒരിക്കൽ നാം ആ ഉത്തരം കണ്ടെത്തും. പക്ഷേ ഇപ്പോൾ ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാവരും ഭൂമിയുടെ അതിപുരാതനമായ ഒരു രാസകഥയുടെ തുടർച്ചയാണ്. ജീവന്റെ കഥ ഇന്നും തുടരുകയാണ്.